നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമുക്ക് ആവശ്യമായ പണം. നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ നിത്യകാ ദേവതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ദേവതയാണ്. ആ ദേവതയോട് പണത്തിൻ്റെ ആവശ്യങ്ങൾ എന്തു പറഞ്ഞാലും അത് നിറവേറ്റി തരുമെന്നെല്ലാം പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഒരുപാട് പേർ ചെയ്തു നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ഒന്നും കൂടിയാണ് നിത്യകാ ദേവത അല്ലെങ്കിൽ നിത്യകാ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ആവശ്യമായ പണം മുൻനിർത്തിക്കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുവാൻ പോകുന്നത് ഒരു യക്ഷിണിയെയാണ്. ആ യക്ഷിണിയെ എങ്ങനെ നമ്മൾ വശ്യം ചെയ്യാം, നമ്മുടെ പണ ആവശ്യങ്ങൾ എങ്ങനെ അതിലൂടെ പൂർത്തീകരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും തന്നെ ഞാനൊരു കാര്യം പറയാം. നിങ്ങളിത് പറഞ്ഞ് വെറും 10 മിനിറ്റിനകത്ത് തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ട തുകയുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതായിരിക്കും. നിങ്ങളിനി ഇതൊന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ചെറിയ തുകയാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് എങ്കിൽ പോലും 10 മിനിറ്റിനുള്ളിൽ ആ തുക നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും. ഇനി അഥവാ വലിയ തുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും നമ്മുടെ കൈകളിൽ എത്തിച്ചു തരും ഈ യക്ഷിണി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമ്മൾ സാധാരണ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പോലെയുള്ള കാര്യമല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഇതിന് അതിൻ്റേതായ ഒരു 3 തരത്തിലുള്ള രീതികളുണ്ട്. അതെങ്ങനെയാണ് എന്നെല്ലാം ഞാൻ പറയാം. അതിനു മുന്നേ തന്നെ ഒരു കാര്യം പറയാം. നമ്മൾ ഇത് വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിൻ്റെ 100% റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഏത് തുകയാണോ ആവശ്യം ആ തുകയെ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഓരോ ദിവസങ്ങളിലും ഓരോ തുക മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എനിക്ക് അവർ പണം തരുവാനുണ്ട്, ഇവർ പണം തരുവാനുണ്ട്, ഈ ലോൺ എനിക്ക് കിട്ടാനുണ്ട് എന്നൊന്നും ചിന്തിക്കാതെ നമ്മൾ ആവശ്യം എന്താണ്, നമ്മുടെ ഫോക്കസ് എന്താണോ ആ തുകയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ യക്ഷിണിയെ കുറിച്ച് നമ്മൾ മനസ്സിൽ ധ്യാനിക്കാവുന്നതാണ്, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഏത് ദിവസം തുടങ്ങണമെന്നാൽ ഏത് ദിവസങ്ങൾ വേണമെങ്കിലും നമ്മൾ തുടങ്ങാം. ഇതിന് വേറെ ഏത് തരത്തിലുള്ള റെസ്ട്രിക്ഷനുമില്ല. നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, പുലവാലായ്മയാണ്, പീരിയഡ്സ് ആണ് എന്നൊന്നുമില്ല. എങ്കിലും ആദ്യ ദിവസം തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടി നമ്മൾ ഫ്രൈഡേ തുടങ്ങുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇനി എത്ര ദിവസം നമ്മളിത് ചെയ്യണമെന്നാൽ നമ്മുടെ ആവശ്യപ്പെട്ട പണം നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്നത് വരെയും നിങ്ങളിപ്പോൾ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്ര രൂപയാണ് ആവശ്യപ്പെടുന്നത്, നമ്മുടെ വരുമാനത്തേക്കാൾ നമ്മളൊരു 10 മടങ്ങ് അധികമായിട്ട് നമുക്ക് പണം ആവശ്യമുണ്ട് എന്നിരിക്കട്ടെ, ആ തുക നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. ഇനി അഥവാ നമുക്ക് ഇതിൻ്റെയും ഒരുപാട് തുകകൾ ആവശ്യമാണ്, എനിക്ക് 1 കോടി രൂപ വേണമെന്ന് പറയുകയാണെങ്കിൽ മാസ വരുമാനം ഒരു 30-40 കിട്ടുന്നവർക്ക് 1 കോടി രൂപ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെറിയ ചെറിയ തുകകളിൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഫ്രൈഡേയോ, ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു വെള്ളിയാഴ്ച ദിവസം തുടങ്ങുക എന്ന്, നിങ്ങൾക്ക് ഏത് ദിവസങ്ങൾ വേണമെങ്കിലും തുടങ്ങാവുന്നതാണ്. ഇതിനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് രാത്രി 8:30 മുതൽക്ക് 9 മണി വരെയുള്ള സമയമാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ രഹസ്യമായിട്ടായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത്. വേറെ ആർക്കും തന്നെ അറിയരുത്. പണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാര്യ ചെയ്യുകയാണെങ്കിൽ ഭർത്താവിന് അറിയും, ഭർത്താവ് ചെയ്യുകയാണെങ്കിൽ ഭാര്യയ്ക്ക് അറിയും. പക്ഷേ ഇത് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് വരെയും നമ്മളിത് ആരോടും തന്നെ പറയരുത്. വളരെ രഹസ്യം, നിങ്ങളെക്കൊണ്ട് എത്രമാത്രം സൂക്ഷിക്കുവാൻ സാധിക്കുമോ അത്രയും രഹസ്യമായിട്ട് ഇത് സൂക്ഷിക്കുക. ഇനി നമ്മൾ ഈ 8:30 മുതൽക്ക് 9 മണി വരെയുള്ള സമയത്ത് ശാന്തമായ ഒരു സ്ഥലത്തിരിക്കുക. അതിനുശേഷം നമ്മുടെ മനസ്സിൽ നമുക്ക് എത്ര രൂപയാണോ ആവശ്യം ആ തുക കൃത്യമായിട്ട് മനസ്സിൽ കൊണ്ടുവരിക. 10 ലക്ഷമാണെങ്കിൽ 10 ലക്ഷം രൂപ, 10 ലക്ഷം മാത്രമേ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. വേറെ ഏത് തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കരുത്. ഈ 10 ലക്ഷം നമ്മുടെ മനസ്സിലൊന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ചെറിയ സ്ക്രിബ്ലിംഗ് പാഡ് കിട്ടും, നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ചെറിയതായിട്ടുള്ള നോട്ട് പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കീറി ഒരു പേപ്പർ, ചെറിയൊരു പോക്കറ്റ് നോട്ട് പോലെ ആക്കി നമ്മൾ വെക്കാം. അല്ലെങ്കിൽ ഒരു പോക്കറ്റ് നോട്ട് തന്നെ വാങ്ങിക്കാം. ഇത് വാങ്ങിച്ച് ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേനയും തയ്യാറാക്കി വെക്കാം. അതിനുശേഷം നമ്മൾ എന്തു ചെയ്യണമെന്നാൽ നമ്മുടെ കയ്യിൽ എത്ര രൂപ പണമുണ്ടോ, അതായത് 100 ആണെങ്കിലും ശരി, 500 ആണെങ്കിലും ശരി, ഇനി 20 രൂപയുടെ നോട്ട് ഒരു 4 എണ്ണമേ ഉള്ളൂ, അല്ലെങ്കിൽ 10 രൂപയുടെ നോട്ട് ഒരു 5 എണ്ണമേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിലും സാരമില്ല. ആ നോട്ട് എടുത്ത് നമ്മൾ നമ്മുടെ അടുത്ത് വയ്ക്കാം. ആ പണം എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെങ്കിലും ആ പണം എടുത്ത് നമ്മുടെ അടുത്ത് തന്നെ വയ്ക്കാം.
ഇതെല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചു. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇനി ചില്ലറ പൈസയോ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിലും ആ ചില്ലറ തുട്ടുകൾ എടുത്ത് നമ്മൾ തയ്യാറാക്കി വെക്കാം. അപ്പോൾ നമ്മൾ സ്ക്രിബ്ലിംഗ് പാഡ് ഒന്ന് എടുത്തു, ചുവന്ന നിറത്തുള്ള മഷിയുള്ള പേന എടുത്തു, നമ്മുടെ കയ്യിൽ എത്ര രൂപ പണമുണ്ടോ അതും എടുത്തു. അതിനുശേഷം നമ്മൾ ഈ പ്രപഞ്ചത്തോടും ഞാൻ പറയുന്ന ഈ യക്ഷിണിയുടെ പേര് പറയാം. അത് നിങ്ങൾ ഒരിക്കലും വായി തുറന്ന് പറയരുത്, മനസ്സിലാണ് നമ്മൾ പറയേണ്ടത്. ആ ദേവതയുടെ പേര് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ സ്ക്രിബ്ലിംഗ് പാഡിൻ്റെ ഒരു ഭാഗം, അതായത് ഒരു പേപ്പർ മുഴുവനായിട്ട് വളരെ ചെറുതായിട്ട് നമുക്ക് ഈ പേരെഴുതാം. ഈ പേരെഴുതുമ്പോൾ നമുക്ക് ആവശ്യമായ 10 ലക്ഷം രൂപ ദേവി തന്നു അല്ലെങ്കിൽ ഈ യക്ഷിണി തന്ന് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് ആ പോസിറ്റിവിറ്റിയോടുകൂടി എഴുതാവുന്നതാണ്. ഞാനിവിടെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. ഗുപ്ത ധനസ്വരൂപിണി, ഗുപ്ത ധനസ്വരൂപിണി, ഗുപ്ത ധനസ്വരൂപിണി എന്നുള്ള യക്ഷിണി ദേവിയുടെ പേരാണ് നമ്മൾ ആ പേപ്പറിൽ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതേണ്ടത്. എത്ര ചെറുതായി എഴുതാൻ സാധിക്കുമോ അത്രയും ചെറുതായിട്ട് നിങ്ങൾ ഇത് എഴുതാവുന്നതാണ്. ഇത് എഴുതുമ്പോൾ ആ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട തുക നമുക്ക് കിട്ടിയതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് എഴുതാം. ഇനി നമ്മൾ ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന ആ പണം എടുത്ത് നമുക്ക് ഒരു 10 മിനിറ്റ്, അതായത് 8:30 മുതൽക്ക് 9 മണി വരെ സമയമുണ്ട്. ഇതൊരു സ്ക്രിബ്ലിംഗ് പാഡിൽ എഴുതുവാൻ നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ. മാനിഫെസ്റ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റും ആവശ്യമായിട്ട് വരും. ബാക്കിയുള്ള ഒരു 15 മിനിറ്റിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ഈ പണം, നമ്മുടെ കൈകളിലുള്ള പണത്തെ നമ്മൾ എണ്ണിക്കൊണ്ടേ ഇരിക്കാവുന്നതാണ്. എത്രമാത്രം എണ്ണാൻ സാധിക്കുമോ അത്ര പ്രാവശ്യം എണ്ണുക. ഒരു പ്രാവശ്യം എണ്ണിക്കഴിഞ്ഞാൽ വീണ്ടും എണ്ണാം, അങ്ങനെ വീണ്ടും എണ്ണാം. ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് ചെയ്യുമ്പോഴും ഗുപ്തധന സ്വരൂപിണി എന്ന് നമ്മൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ഈ ദേവതയുടെ പേര് പറഞ്ഞുകൊണ്ടേ ആയിരിക്കണം നമ്മൾ ഈ പണം കൗണ്ട് ചെയ്യേണ്ടത്. ഗുപ്തധന സ്വരൂപിണി, ഗുപ്തധന സ്വരൂപിണി എന്ന് നമ്മൾ ഉറക്കെ പറയരുത്, നമ്മൾ മനസ്സിലായിരിക്കണം ഇത് പറയേണ്ടത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഒരു 9 മണിക്ക് 5 മിനിറ്റ് മുന്നേ, അതായത് 8:55 ആകുമ്പോൾ നമ്മുടെ തലയണയ്ക്ക് താഴെ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ സ്ക്രിബ്ലിംഗ് പാഡ് അങ്ങനെ തന്നെ മുഴുവനായിട്ട്, പേജൊന്നും കീറിക്കേണ്ട ആവശ്യമില്ല. കാരണം നാളെയും നമുക്കിത് എഴുതേണ്ടതാണ്. അതുകൊണ്ട് അതിനെ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. നമ്മൾ എണ്ണിയ പണം വീണ്ടും നമ്മൾ എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. നാളെ ഇതേ സമയത്ത് നിങ്ങൾ ഇതുപോലെ തന്നെ ആവർത്തിക്കുക. ഇങ്ങനെ നമ്മുടെ പണ ആവശ്യം നിറവേറുന്നത് വരെയും നമുക്കിത് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഈ സ്ക്രിബ്ലിംഗ് പാഡ് അങ്ങനെ തന്നെ നമ്മുടെ തലയണയ്ക്ക് താഴെ അല്ലെങ്കിൽ ബെഡിന് താഴെ, നമ്മൾ കിടക്കുന്ന തലയണയ്ക്ക് താഴെ തന്നെ വെക്കണം. ഇത് ഭർത്താവ് കിടക്കുന്ന തലയണയ്ക്ക് താഴെയോ അല്ലെങ്കിൽ മക്കൾ കിടക്കുന്ന തലയണയ്ക്ക് താഴെയോ വെക്കരുത്. ഇങ്ങനെ വെച്ച് നമ്മൾ കിടന്നുറങ്ങാം. പിറ്റേ ദിവസം എഴുതുന്ന സമയത്ത് നമുക്കത് എടുത്ത് വീണ്ടും അടുത്ത പേജിൽ ഗുപ്തധന സ്വരൂപിണി എന്ന് എഴുതി നമുക്ക് ഇങ്ങനെ വെക്കാവുന്നതാണ്. ഒരു 2-3 സ്ക്രിബ്ലിംഗ് പാഡും വാങ്ങിച്ചോളൂ. കാരണം നമ്മുടെ പണ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വലുതാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ചിലവുകൾ നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ നമ്മൾ ദിവസവും എഴുതുക. ഈ പണം എണ്ണുന്ന പ്രൊസീജിയറും ദിവസവും എണ്ണണം. ഇന്നലെ എണ്ണിയതിനേക്കാൾ ഇന്ന് പണം കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും സാരമില്ല, കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും സാരമില്ല. എത്ര രൂപ നമ്മുടെ കൈകളിലുണ്ടോ അത്രയും തുക നമുക്ക് കൗണ്ട് ചെയ്യാവുന്നതാണ്. കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഗുപ്തധന സ്വരൂപിണി എന്ന് പറയാം. പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചെക്ക് ലീഫിൽ സൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പണ ട്രാൻസാക്ഷനുകൾ നമ്മൾ ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ മനസ്സിൽ ഇത് പറയാം. അല്ലാതെയുള്ള സമയങ്ങളിലൊന്നും തന്നെ നമ്മൾ ഈ പേര് പറയരുത്. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. ഇതിനായിട്ട് നമ്മൾ സമയം മാറ്റി വെച്ചിട്ടുണ്ട്, ആ സമയത്ത് ചെയ്യാം. ഇനി പകൽ സമയങ്ങളിൽ നമ്മൾ ആരോടെങ്കിലും പണമിടപാടുകൾ നടത്തുന്ന സമയത്തോ ബാങ്കിലേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ചെക്ക് ലീഫിൽ സൈൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ശമ്പളം വാങ്ങിക്കുന്ന സമയത്തോ ATMിൽ നിന്ന് പണമെടുക്കുന്ന സമയത്തോ നമുക്ക് ഈ ഒരു മന്ത്രം നമുക്ക് പറഞ്ഞുകൊണ്ടേ എടുക്കാവുന്നതാണ്. മനസ്സിൽ തന്നെയാണ് പറയേണ്ടത്. അല്ലാതെയുള്ള സമയങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു മന്ത്രം പറയരുത്. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓരോ ദിവസം കഴിയുമ്പോഴും എത്ര ദിവസം ചെയ്യണമെന്ന് കണക്ക് ഞാനിവിടെ ഒരിക്കലും പറയുന്നില്ല. കാരണം ഓരോരുത്തരുടെയും പണ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. എനിക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 15 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടി എന്നിങ്ങനെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് പണം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എത്ര ദിവസങ്ങൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷനും നമുക്ക് പാലിക്കേണ്ട കാര്യമില്ല. ഒരു ദിവസം വിട്ടു നാളെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ സമയം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ എപ്പോഴും പറയുന്നത് വലിയ ചിലവുകളൊന്നുമില്ല.
നമുക്ക് ട്രൈ ചെയ്താൽ കിട്ടുമെന്ന് പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ നിത്യകാ ദേവത നമുക്ക് ഒരുപാട് പേർക്ക് പണം തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈ ഗുപ്തധന സ്വരൂപിണി എന്ന് പറയുന്ന യക്ഷിണി ദേവി. പണത്തെ ആകർഷിച്ച് നമ്മളിലേക്ക് കൊണ്ടെത്തിക്കും. ഏത് വിധത്തിലാണ് എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പണം ആവശ്യപ്പെട്ടു കഴിഞ്ഞു, അത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഗുപ്തധന സ്വരൂപിണി യക്ഷിണിയുടെ കടമയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ ജോലി തുടരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മണി അട്രാക്ഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.